അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വിശുദ്ധ ഖുർആൻ തെറ്റില്ലാതെ വളരെ ശൈലിയോടുകൂടെ പാരായണം ചെയ്യാൻ അതിന് പറ്റിയതായ നല്ല കാര്യങ്ങളുടെ ഓത്തിൻ്റെ ആപ്പുകളോ അല്ലെങ്കിൽ യൂട്യൂബിൽ നിന്ന് തിരഞ്ഞെടുത്തോ മക്കളെ കൊണ്ട് കേൾപ്പിച്ച് അത് കൂടെ ഓതിപ്പിക്കുകയും എന്നിട്ട് അങ്ങനെ ഓതി മക്കൾക്ക് അതിനെന്തെങ്കിലും സമ്മാനങ്ങളൊക്കെ കൊടുത്തിട്ട് അവർക്ക് പ്രോത്സാഹനം കൊടുത്ത് അവർ സന്തോഷത്തോടെ അവരെ ഭീഷണിപ്പെടുത്തിയിട്ടോ അവരുടെ മനസ്സോടെ ഇരുന്നിട്ട് കാര്യമില്ല. അവരെ മനസ്സ് ഇതിനെ സ്വീകരിക്കുന്നൊരവസ്ഥയിലേക്ക് അവരെ മാനസികമായി കൊണ്ടുവന്ന് അങ്ങനെ അവർ കേട്ടിങ്ങനെ അധികം കൊടുക്കാതെ ഒരു 10 ആയത്ത് അല്ലെങ്കിൽ സൂറത്തിൻ്റെ 10 ആയത്തുകൾ കേൾപ്പിച്ചു. അങ്ങനെ പിറ്റേ ദിവസം അടുത്ത 10 ആയത്ത്, അങ്ങനെ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം അതിനെ തിരഞ്ഞെടുക്കുക, ഏതെങ്കിലും ഒരു ബുധനാഴ്ച അല്ലെങ്കിൽ ചൊവ്വാഴ്ച അങ്ങനെയൊക്കെ. എന്നിട്ട് ആ കുട്ടികൾക്ക് പിന്നെ അങ്ങനെ ഒക്കെ ഓതി ക്ലിയർ ഏകദേശം ഒക്കെ പരിശീലിച്ചതിന് ശേഷം പിന്നെ ഒരു നല്ല കാരിൻ്റെ മുമ്പിൽ പോയിട്ട് ഓതിയിട്ട് മുത്തുനബിയിലേക്കുള്ള ആ സനത് മുത്തസ്ലാം രൂപത്തിൽ നല്ലൊരു കാരിൻ്റെ മുമ്പിൽ ഓതി കൊടുത്താൽ നമ്മളെ മക്കൾക്കത് വലിയ ഭാവിയിൽ അവർക്ക് ആ ഖുർആനിൻ്റെ ബറക്കത്തും പൊരുത്തവും ഒക്കെ കിട്ടിയിട്ട് മക്കൾ നന്നാകാനും നമുക്ക് ആ മക്കൾ മരിക്കുമ്പോൾ നമുക്ക് നിധിയായിട്ട് മാത്രമല്ല നമ്മുടെ നാട്ടുകാർക്കും നമ്മൾ മരണപ്പെട്ടു പോയ നമ്മുടെ ഉപ്പ ഉമ്മ നമ്മളെ എളാപ്പ മൂത്താപ്പ കൂട്ടുകുടുംബങ്ങൾ എല്ലാവരുടെ ഖബറിലേക്കും അതൊരു മുതൽക്കൂട്ടായിരിക്കുമല്ലോ. അങ്ങനെ ഖുർആനിനെ സ്നേഹിക്കാൻ വേണ്ടി നമ്മൾ മുന്നോട്ട് വരേണ്ട കാലം അതിക്രമിച്ചിട്ടുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ ഓരോ മദ്രസയിലും മറ്റുമൊക്കെ ഖുർആൻ ഏതായാലും പഠിപ്പിക്കുന്ന ഉസ്താദന്മാരുണ്ടെങ്കിലും നല്ല കാര്യങ്ങൾ ഏതെങ്കിലും ഒരു കൊല്ലത്തിൽ 2 പ്രാവശ്യമോ അല്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ആ കുട്ടികളെ കൊണ്ട് കേൾപ്പിക്കുന്നൊരവസ്ഥ ഉണ്ടായാൽ അപ്പോൾ നമ്മൾ മദ്രസ ഉസ്താദന്മാർ മോശമെന്നല്ല. കാരണം മുത്ത് റസൂലുള്ളാഹി തങ്ങൾ തന്നെ തൻ്റെ സ്വഹാബികൾപ്പെട്ട ചില സ്വഹാബികൾ ഖുർആൻ ഓത്ത് കേൾക്കാൻ ആഗ്രഹിച്ചു എന്നല്ലേ, എന്നിട്ട് റസൂൽ അത് ഓതാൻ പറഞ്ഞ് കേട്ട ചരിത്രമൊക്കെ ഉണ്ടല്ലോ. അപ്പം മറ്റുള്ളവരുടെ ഓത്ത് കേൾക്കുക എന്നുള്ളത് അത് വലിയ അത് മുത്തുനബിൻ്റെ സുന്നത്തും കൂടെയാണ്. അപ്പോൾ അന്നിടക്ക് നല്ല കാര്യങ്ങൾ ഓത്ത് കേൾക്കുന്നൊരവസ്ഥ ഉണ്ടാകുക എന്നുള്ളത് അത് എല്ലാം നോക്കി നമ്മൾ മക്കൾക്ക് ഇത് ഭാവിയിൽ ഉപകാരം ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അള്ളാഹു എല്ലാം ഹൈറായി മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്കും നമ്മുടെ മക്കൾക്കും നമ്മുടെ ഉമറാക്കൾക്കും ഒക്കെ തൗഫീഖ് നൽകി ഖുർആനിൻ്റെ ഖാദിമ്യങ്ങളായി മാറാൻ നമുക്ക് ഭാഗ്യം നൽകട്ടെ.